ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് ഓർമ്മയുള്ളത് വീട്ടില് എപ്പോഴും നമ്മളൊരു ഡെവിൾ ഫ്രൈ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. അത് ഫുഡ് വെച്ചിൽ മാത്രം കിട്ടുന്ന ഒരു പോർക്ക് ഡെവിൾ ഫ്രൈ. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള പോർക്ക് ഒരു ഫ്രൈ പോലെയൊക്കെ ഇരിക്കും. കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി തരാം. ഇപ്പൊ ടേസ്റ്റ് നോക്കാനാ. അയ്യോ എന്റെ ദൈവമേ, പറഞ്ഞാ മതി. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് നല്ല പോർക്ക് കിട്ടണം. പക്ഷെ നല്ല പോർക്ക് എടുത്ത് പിന്നെ അതിങ്ങനെ ആദ്യം നമ്മളതൊന്ന് ബോയിൽ ചെയ്യും. അതിന്റെ ഒരു നല്ലൊരു പീസായിരിക്കും, എല്ലില്ലാത്ത പീസായിരിക്കണം. എന്നിട്ട് പിന്നെ സ്ലൈസ് ചെയ്യും ചെറുതായിട്ട്. ഈ BDF പോലെ ബീഫ് ഫ്രൈ ആണല്ലോ അവരെ ഈ ടച്ചിങ്സ് പോലെ. അതുപോലെ കോലനായിട്ട് അരിയണം. പുഴുങ്ങിയിട്ട് കോലനായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിങ്ങനെ പതുക്കെ ഫ്രൈ ചെയ്ത് അതൊരു പെപ്പറി പ്രിപ്പറേഷനാണ്. കുറച്ച് നല്ലൊരു കറുത്ത നിറത്തിലിരിക്കും, അടിപൊളിയായിരിക്കും. എന്നിട്ട് അതങ്ങോട്ട് കഴിക്കണം. അതെ, ചുമ്മാ ബ്രെഡൊക്കെ ആയിട്ട് പിടിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ചോറൊന്നും വേണ്ട, വെറുതെ നമുക്ക് യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ വൈൻ ഉണ്ടാവും, എന്തെങ്കിലും ഒരു വേണമല്ലോ എന്തെങ്കിലും വല്ല വിസ്കിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പിരിറ്റ്സ് എന്താന്ന് വെച്ചാൽ. ഞാൻ കഴിക്കാറില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഒക്കേഷണൽ ഡ്രിങ്കറാണ്. വല്ലപ്പോഴും ഒക്കേഷനൊക്കെ ഉള്ളപ്പോൾ, സെലിബ്രേഷൻ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും നമ്മള് ഫാദറും ഞാനും ഒക്കെ ഒരുമിച്ച് ചിയേഴ്സ് അടിക്കാറുണ്ട് വീട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെ വല്ല വിസ്കിയോ എന്തെങ്കിലും അന്നുള്ള സാധനം എന്താന്ന് വെച്ചാൽ നല്ലൊരു സാധനം പൊട്ടിക്കുന്നു, അടിക്കുന്നു, ഇതൊക്കെ ടച്ചിങ്സ് ആയിട്ട് കഴിക്കുന്നു. പൊതുവെ ക്രിസ്മസിന് ഒരുപാട് ചോറും ബ്രെഡും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ കാണില്ല. ഈ ടച്ചിങ്സിൽ എങ്ങനെ ഒതുങ്ങിപ്പോയും. ഇതിലെങ്കിൽ ലയിച്ചിരിക്കും കുറച്ചു നേരം.